ഹലോ നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അപർണ വിനോദ്. ഞങ്ങൾ വക്കീലന്മാര് കോടതിയിലെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഫാമിലി കോടതി കക്ഷികൾ അവരുടെ കേസുകൾ കുറച്ച് കൂടുതൽ വൈകാരികമായിട്ടുള്ള രീതിയിലെടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. നിങ്ങളൊരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതി മുമ്പാകെ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ കേസ് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് ഫാമിലി കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്, വികാരങ്ങളല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഉള്ള വാട്സപ്പ് ചാറ്റുകൾ, മെസ്സേജുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഇനി ഏതെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ, ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് ശേഖരിക്കുക. വൈകാരികമായിട്ടുള്ള വലിയ പാരഗ്രാഫുള്ള പെറ്റീഷനുകളെക്കാൾ കൂടുതൽ കോടതി വിലമതിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസുകളാണ്. രണ്ടാമതായിട്ട് പലരും പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ പോലീസിന് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാത്ത പരാതികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് കേസ് നടക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും അത് നിയമപരമായിട്ടുള്ള ആയിട്ട് നിലനിൽക്കുന്നതാണോ എന്ന് കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് പോലീസിന് മുമ്പാകെ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടയായിട്ട് എൻ്റെ ഒരു കക്ഷി പറയുകയുണ്ടായി, അവരുടെ പങ്കാളിയായിരുന്ന ആൾ അവർക്കെതിരെ ഡിഫമേറ്ററി നേച്ചറിലുള്ള പല പോസ്റ്റുകളും വാട്സ്ആപ്പ് മെസ്സേജുകളും സ്റ്റാറ്റസുകളും എല്ലാം സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. പങ്കാളിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസുകളും പോസ്റ്റുകളും ഇടുന്നവർ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ടാഗുകളും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് കോടതി മുമ്പാകെ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിൽ അത് കോടതിയിൽ നമുക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ കേസ് നടക്കുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി.